കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ മേടത്തിരുവാതിര മഹോത്സവത്തിന് ആനവണ്ടി എഴുന്നള്ളിച്ചത് കൗതുകമായി. KSRTC കൊട്ടാരക്കര ഡിപ്പോയിലെ മൊബൈൽ വർക്ക്ഷോപ്പ് വാനാണ് നെറ്റിപ്പട്ടം ഉൾപ്പെടെയുള്ളവ കൊണ്ട് അലങ്കരിച്ച് എഴുന്നള്ളിച്ചത്. ഉത്സവ ഘോഷയാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഉത്സവ കെട്ടുകാഴ്ചയുടെ മുന്നിലാണ് നമ്മൾ ഉള്ളത്. ഇത് KSRTC ജീവനക്കാരെല്ലാവരും ചേർന്ന് അവരുടെ ഗാരേജിനകത്ത് ഒരു വാഹനം അണിയിച്ചൊരുക്കി ഘോഷയാത്രയായി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ നടന്നു വരുന്നത്. നമുക്കറിയാം, അവസാനഘട്ട മിനുക്കുപണിയാണ് ഇവിടെ നടന്നു വരുന്നത്. ബസ്സിൻ്റെ മുന്നിൽ നെറ്റിപ്പട്ടം കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ മുത്തുക്കുടകൾ വെക്കും. അതുപോലെ ഈ ലൈറ്റുകളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിലൊരു ആനച്ചന്തം എന്ന് തന്നെ നമുക്ക് പറയാം. അതിൻ്റെ അവസാനഘട്ട പണിപ്പുരയിലാണ്. നമുക്ക് ചോദിച്ചറിയാം, ഇത് കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരം തന്നെയാണ്. അത് ഇന്നും മുറതെറ്റാതെ നടക്കുന്നു. വലിയ രീതിയിലുള്ള പിന്തുണയാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പോലും ലഭിക്കും. ചോദിച്ചറിയാം. മഹാഗണപതി ക്ഷേത്രത്തിലെ മൂന്നാം ഉത്സവമാണ് KSRTCക്ക് അനുവദിച്ചിരിക്കുന്നത്. അത് വളരെ ഭംഗിയായി ക്ഷേത്ര ആചാരപ്രകാരമുള്ള കലാപരിപാടികളോടുകൂടി നടത്തുകയും ഒപ്പം അന്നദാനം അടക്കമുള്ള പരിപാടികളോടുകൂടി മൂന്നാം ഉത്സവം പരിപൂർണ വിജയമായി സമാപിക്കുകയും KSRTCയുടെ ഭാഗമായിട്ട് KSRTC വാഹനങ്ങളുടെ ബസ്സുകളുടെ നാഥനെന്ന് പറയുന്ന ഒരു വാഹനമാണ് വാൻ. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബസ്സുകളിൽ ഒന്ന്. എവിടെ ഒരു KSRTC വീഡിയോ ആവുന്നോ അവിടെ പോയി അതിനെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മുടെ വാൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ വാഹനത്തെയാണ് ഞങ്ങൾ ഈ ഘോഷയാത്രയ്ക്ക് അണിയിച്ചൊരുക്കി രംഗത്തിറക്കാൻ പോകുന്നത്. അതിന് എല്ലാവിധ സഹകരണവും ഞങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ നേതൃത്വം, ഞങ്ങളുടെ ഓഫീസർ, DTO, ഇതിൻ്റെ ഗാരേജിൻ്റെ DE, അങ്ങനെ തുടങ്ങിയ എല്ലാ ജീവനക്കാരും അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടി സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കെട്ടുകാഴ്ച ഇന്ന് ഘോഷയാത്രയ്ക്കായി സമർപ്പിക്കുന്നത്. എല്ലാ വർഷവും ഉള്ളതല്ലേ? എല്ലാ വർഷവും ഉള്ളതാണ്. എങ്ങനെ നമുക്ക് നാട്ടുകാരിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണ എത്രത്തോളം ഉണ്ട്? നാട്ടുകാരിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഈ പരിസരത്തുള്ള വ്യാപാരി വ്യവസായികളുടെ സഹകരണമുണ്ട്. ഏകദേശം ഒരു 3-3.5 ലക്ഷം രൂപ ചെലവ് വരുന്ന എല്ലാ വർഷവും അതിഗംഭീരമായി അന്നത്തെ മൂന്നാം ഉത്സവം മൊത്തം KSRTCയുടെ ചെലവില് അന്നദാനം സഹിതം നൈറ്റിലുള്ള കലാപരിപാടികൾ 24 മണിക്കൂറും കലാപരിപാടികളോടുകൂടി വളരെ ഗംഭീരമായിട്ട് എല്ലാ വർഷവും നടത്തി വരുന്നു. അത് ഓരോ വർഷവും ഓരോ രീതിയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ്. ഇതെല്ലാം ജീവനക്കാരും ഈ മറ്റ് പരിസരത്തുള്ള വ്യാപാരി വ്യവസായികളും എല്ലാം സഹായ സഹകരണത്തോടു കൂടി വളരെ ഗംഭീരമായിട്ട് നല്ല സപ്പോർട്ട് യാത്രക്കാരിൽ നിന്നുമുണ്ട്. അതേ രീതിയിലാണ് മൊത്തം എല്ലാ ഉത്സവ പരിപാടികളും എല്ലാ വർഷവും ഓരോ വർഷം തോറും അതീവ ഗംഭീരമായിട്ട് ഓരോ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഇതിപ്പോ തന്നെ ഇന്ന് വെറൈറ്റിയാണ്, കംപ്ലീറ്റ് വെറൈറ്റി രീതിയിലാണ്. ഇന്ന് കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും ഗംഭീരമായ രീതിയിലാണ് ഈ വർഷം. അത് മഹാഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും ശമ്പളം ഘട്ടമായി കിട്ടുന്ന കാലഘട്ടത്തിലും ഓരോ ജീവനക്കാരും ആത്മാർത്ഥമായി സംഭാവന തന്ന് ഇത് വളരെ ഗംഭീരമായി വിജയിപ്പിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാ ജീവനക്കാരോടും ഞങ്ങൾ കമ്മിറ്റി ഞങ്ങൾക്ക് അതിൻ്റെതായ കടപ്പാടുമാണ്. കാഴ്ചയുടെ ഒരു വലിയൊരു വിരുന്നൊരുക്കിയത് ഇവരൊക്കെ ചേർന്നാണ്. ചേട്ടൻ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ വർഷവും ഞാൻ തന്നെയായിരുന്നു വണ്ടി ഒരുക്കിയത്. ഈ പ്രാവശ്യവും നമ്മുടെ ബഹുമാനപ്പെട്ട ATOയുടെ നിർദ്ദേശാനുസരണം, നമ്മുടെ DTOയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇത് തയ്യാറായത്. കഴിഞ്ഞ പ്രാവശ്യം ഒരുക്കിയതിൽ ഇച്ചിരി മോടി പിടിപ്പിച്ചാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ഇത് ഒരുക്കിയിരിക്കുന്നത്. ഇനിയും വരുന്ന കാലഘട്ടങ്ങളിൽ മഹാഗണപതിയുടെ തിരുസന്നിധിയിലേക്ക് ഇതിലും മനോഹരമായ രീതിയിൽ നടത്തുന്ന ഒരു പ്രവണതയാണ്. ഇനി പുതുതായി വരുന്ന ആളുകളും ഇതിൽ പങ്കെടുക്കണം, പങ്കാളികളാവണം. അതിലുപരി യാത്രക്കാരുടെയും കൂടുതൽ സപ്പോർട്ടാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ആ അനുഭവം ഒരു വളരെ തീക്ഷ്ണതയേറിയ ഒരു സപ്പോർട്ടാണ് ഈ യാത്രക്കാരിൽ നിന്ന് നമുക്കുണ്ടായത്. ഇനി ഇത് അങ്ങോട്ട് പ്രദർശിപ്പിക്കുമ്പോഴത്തേക്ക് അവരുടെ ആവേശം അതാണ് ഏറ്റവും വേണ്ടുന്നത്. അവരുടെ ആവേശമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. യാത്രക്കാരുടെ ആവേശമാണ് നമ്മുടെ നിലനിൽപ്പ്. അതിനുവേണ്ടി നമ്മൾ ഇനിയും കഠിനമായിട്ട് പ്രയത്നിക്കും. അത് 100% ഉറപ്പാണ്. പിന്നെ നമ്മൾ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയാണിത്. ഈ കൊട്ടാരക്കര ഗണപതി മഹാക്ഷേത്രത്തിലെ പരിപാടിക്ക് മൂന്നാം ഉത്സവം KSRTCയുടെ വഴിയായിട്ടാണ് പരിപാടി നടന്നിരുന്നത്. അത് അന്നദാനം ഉൾപ്പെടെ നമ്മൾ അവിടെ അന്നദാനം കൊടുത്തു. പിന്നെ നമ്മുടെ ജീവനക്കാർക്ക് ഡിപ്പോയിൽ കൊണ്ടുവന്ന് നമ്മൾ അന്നദാനം കൊടുക്കാനുള്ള എല്ലാ സംവിധാനം നമ്മൾ ചെയ്തു. അത് ഡിപ്പോയിൽ നിന്ന് വരുന്ന ജീവനക്കാർക്കും നമ്മൾ അന്നദാനം കൂടെ കൊടുത്തു. ഇന്ന് സമാപന ദിവസമായ ഇന്നത്തെ ദിവസം കഴിഞ്ഞ വർഷം നമുക്ക് പാസഞ്ചർ വണ്ടിയാണ് കിട്ടിയത്. അന്ന് ഈ വണ്ടി നമുക്ക് ഈ മൊബൈൽ വാന് നമുക്ക് ഇറക്കാൻ സാധിച്ചില്ല. അതിന് പറയുമ്പോൾ നമ്മൾ പാസഞ്ചർ വണ്ടിയാണ് ഇറക്കിയത്. ഈ വർഷം നമ്മുടെ
നമ്മുടെ കൊട്ടാരക്കരയിലെ DTO സുരേഷ് സാറിന്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ഈ വണ്ടി അനുവദിക്കുകയും അതിന് നമുക്ക് എല്ലാ സഹായം ചെയ്ത നമ്മുടെ ജീവനക്കാരും അതുപോലെ സഹപ്രവർത്തകർക്കെല്ലാം നന്ദിയും സ്നേഹം അറിയിക്കും. ആനയെ എഴുന്നള്ളിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വലിയ വിമർശനങ്ങൾക്കെല്ലാം വേദിയാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ദൃശ്യവിരുന്ന് കൊട്ടാരക്കരയ്ക്ക് മാത്രം സ്വന്തമായി മാറിയിരിക്കുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ മേടത്തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായാണ് KSRTC ബസ് നെറ്റിപ്പട്ടമൊക്കെ കെട്ടി എഴുന്നള്ളിച്ചത്. അത് കൗതുകകരമായ കാഴ്ചയാണ്. എല്ലാ വർഷവും ഇതുപോലെ ഈ ദിവസം അത് ചെയ്യാറുണ്ട് താനും. വലിയ